അപ്പോൾ വീണ്ടും റെഡ് കാർപ്പറ്റിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം. സോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഈ ഒരു യാത്ര? എൻജോയ് ചെയ്തോ? തീർച്ചയായിട്ടും. ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ പാട്ട് കേട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നിത്യ മാമൻ എന്ന് പറയുന്നത് ആരാണ്? ഫാമിലി നെയിം ആണോ അതോ അച്ഛന്റെ പേരാണോ? ആരാണ് മാമൻ? എന്റെ ഫാദറിന്റെ പേരാണ്. മാമൻ എന്ന് മാത്രമേ ഉള്ളൂ. മാമൻ വർഗീസ്. മാമൻ വർഗീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അതാണ് നിത്യ മാമനായിട്ട് എത്തിയത്. പിന്നെ കൈലാസ് ജിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ വേറെ ഏതോ ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, അതായത് പെഹല നഷ ആ പാട്ട് പോലത്തെ ഒരു പാട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എന്നൊക്കെ. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തോന്നും നമുക്ക് ഇതുപോലൊരു പാട്ട് ചെയ്തിട്ട് ഈ കരിയർ തന്നെ അങ്ങ് നിർത്താം, അങ്ങനെയൊക്കെ തോന്നിക്കളയും. അതുപോലെ ചില പാട്ടുകൾ, ഇപ്പം ഞാൻ ഈ കടൽ എന്ന് പറഞ്ഞ സിനിമയിലെ റഹ്മാൻ സാർ ചെയ്ത മൂങ്കിൽ തോട്ടം എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ട്യൂൺ എന്തുകൊണ്ട് എന്റെ തലയിൽ വന്നില്ല. നോക്കുമ്പോൾ വളരെ സിമ്പിൾ ട്യൂൺ ആണല്ലോ, പക്ഷെ എന്തുകൊണ്ട് വന്നില്ല, അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നില്ല. പക്ഷെ എന്നാലും പെഹല നഷ അല്ലെങ്കിൽ ഈ മൂങ്കിൽ തോട്ടത്തിനൊക്കെ മുന്നിൽ നിൽക്കുന്ന പാട്ടുകൾ വരട്ടെ ഉടനെ തന്നെ. നമ്മളിപ്പോ മെമ്പർ രമേശൻ എന്ന സിനിമയെ കുറിച്ചിട്ടും അതിലെ പാട്ടിനെ കുറിച്ചും സംസാരിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ അത് നിങ്ങൾ രണ്ടുപേരും അതിന്റെ ഭാഗമാണ്. പറയൂ നിത്യ, അലരെ എന്ന് പറഞ്ഞ സോങ്ങിനെ കുറിച്ചിട്ട്. അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ എന്നും എപ്പോഴും വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പം എൻ്റെ സ്റ്റാർട്ടിങ് തന്നെ അദ്ദേഹമാണ്. അപ്പം ഈ അലരെ എന്ന വേർഡിന്റെ മീനിങ് അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവില്ല, എന്തായിരിക്കും അത്? പെട്ടെന്ന് നമ്മൾ കേൾക്കാത്ത ഒരു വേർഡൊക്കെ ആയിരുന്നു. ആൻഡ് അതാണ് ഏറ്റവും കൂടുതൽ ആ പാട്ടിനെ അട്രാക്ട് ചെയ്തതും, അലരെ എന്നുള്ളത്. അത് എന്താ ശരിക്ക് അലർന്ന് വെച്ചാൽ പൂവ്. ശബരീഷ് വർമ്മയാണ് ഈ പാട്ട് എഴുതിയത്. ശബരീഷ് എനിക്ക് ആ ഹൈ പിച്ച് പോകുന്ന ഏരിയയിൽ അലരേന്ന് തന്നെ തന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട് അലരേ എന്നുള്ള വാക്ക് ഒരു മുമ്പൊരിക്കൽ ശരിക്കും ഹിമമഴ എന്നുള്ള പാട്ടിലും അകമേ എന്നുള്ളതിന് പകരം ആദ്യം ഒരു ഓപ്ഷൻ അലരയായിരുന്നു. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അകമേ യൂസ് ചെയ്തത്. അപ്പോൾ ഈ വാക്ക് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ശബരീഷ് കറക്റ്റ് അത് തന്നപ്പം അത് തന്നെ ഈ പാട്ടിന്റെ ഹൈലൈറ്റ് ആയിട്ട് വെക്കാം എന്ന് വെച്ചു. പൂവ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അർത്ഥം. അതെ, അപ്പൊ മേ ബി പൂവേ എന്ന് വിളിക്കുന്ന പോലെ കരുതാം. മാത്രമേ ഇതൊരു ചോദ്യമായി വരുമെന്നും അറിയാമായിരുന്നു. അത് പാട്ടിനെ ഹെൽപ്പ് ചെയ്യുമെന്നും തോന്നി. അപ്പോൾ വളരെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഒക്കെ നടത്തിയിട്ടാണ് നിങ്ങൾ ആ പാട്ട് കൊണ്ടുവന്നത്. ഈ ഏതെങ്കിലും ലാംഗ്വേജ് ചെയ്യണമെന്ന് അങ്ങനെ ആഗ്രഹമുണ്ടോ മനസ്സിലുണ്ട്? തമിഴ് ചെയ്യണമെന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് അഡ്വർടൈസ്മെന്റ് മ്യൂസിക്കിൽ തമിഴും തെലുങ്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ തമിഴിന്റെ ലാംഗ്വേജ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് നമുക്ക് എന്തിനേയും പാട്ടാക്കാം. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് പാട്ടാക്കാം. അതെ. അപ്പോൾ എന്തായാലും അത് ഉടനെ തന്നെ നമ്മൾ പ്രേക്ഷകർ കാണാൻ അല്ലെങ്കിൽ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി നമ്മൾ മലയാളത്തിൽ എന്തൊക്കെയാണുള്ളത്? മലയാളത്തിൽ ഇപ്പം സിബി മലയിൽ സാറിന്റെ കൊത്ത് എന്ന മൂവി അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു സിബി സാറ് മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡയറക്ടറാണ്. അപ്പം ഈ കമ്പോസിംഗ് ടൈമിലേക്ക് അദ്ദേഹം കൂടെ വരുമോ? ഉണ്ടായിരുന്നു. മാത്രമല്ല ശരിക്കും നമുക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ രവീന്ദ്ര മാസ്റ്ററിന്റെയും ഔസേ ബച്ചൻ സാറിന്റെയും വിദ്യാസാഗർ സാറിന്റെയും കൂടെ. അപ്പം നമുക്കൊരു ഇത് നമ്മൾ അദ്ദേഹത്തിന് കൂടെ ചെയ്താൽ ശരിയാവോ എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. എത്ര പാട്ടുകളുണ്ട്? 4 പാട്ടുണ്ട്. 4 പാട്ടും എല്ലാ വേറെ വേറെ ജോണറിലുള്ള പാട്ടുകളാണോ? അതെ, ഒരു 3 പാട്ട് ഡിഫറെന്റ് ജോണറാണ്. ഓക്കെ, അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിൽ വന്നിട്ട് കുറെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ കേൾക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം.